ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ചേരുകയാണ്. ശ്രീമതി ശശികല ടീച്ചർ, ഈ മണിക്കൂറിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു വാർത്ത എന്നത് ഈ സ്വർണ്ണക്കടത്ത് ശബരിമലയിൽ നടക്കുന്ന സമയത്ത് അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പോലീസിന്റെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ റിപ്പോർട്ടുകളിൽ എങ്ങും തന്നെ ഇത്തരം ഒരു സംഭവം നടന്നതായി പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നത് എന്നതിന്റെ തെളിവുകളാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ പുറത്തുവിടുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ടീച്ചർ? തീർച്ചയായും ഇത് നമുക്കൊക്കെ ആദ്യം മുതലേ അറിയാവുന്ന ഒരു കാര്യമാണ്. ശബരിമല പോലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ, ഇത്രയധികം ഭക്തജന ശ്രദ്ധയുള്ള ഒരു ക്ഷേത്രത്തിൽ അവിടെ പോലീസിന്റെയോ ഭരണകൂടത്തിന്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നും പിന്തുണയില്ലാതെ ഒന്നും നടത്താൻ സാധിക്കില്ല. താഴെ കിടക്കുന്നത് കത്തെടുത്തോണ്ട് പോവുകയോ അല്ലെങ്കിൽ ഭണ്ണാരത്ത് നിന്ന് വാങ്ങുകയോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറം ഒരു വലിയ കൊള്ള തന്നെ. കാരണം ഈ കട്ടളപ്പടി വാതില് എന്നൊക്കെ പറഞ്ഞാല് ഇതൊക്കെ ഇത്തരത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അത് സ്വർണ്ണമല്ല എന്ന് റിപ്പോർട്ട് കൊടുക്കാനും, അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറം ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ആ ധാരണ തെറ്റിച്ചു കൊണ്ടുപോകാനും ഒക്കെ ഭരണകൂടത്തിന്റെ പിന്തുണയില്ലാതെ സാധിക്കും. അപ്പൊ ഇത് കൊണ്ടുപോയതല്ല, കൊടുത്തുവിട്ടതാണ്. അക്ഷരാർത്ഥത്തിൽ കൊണ്ടുപോയവരെക്കാൾ പ്രതി കൊടുത്തുവിട്ടവരാണ് ഇവിടെ. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ പിന്നെ അന്വേഷിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് ആണോ, നാഗേഷാണോ, മറ്റവരാണോ, മറുത്തവരാണോ എന്നതിനപ്പുറമായിട്ട് അവർക്കെല്ലാം കൊണ്ടുകൊടുത്തതാണ്. ആ ഊരിക്കൊടുത്ത ആളുകളാണ് ഇതിലെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇതില് പോലീസുകാർ എന്തുകൊണ്ട് കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ, പോലീസുകാർ കണ്ണടയ്ക്കാനുള്ള കാരണം ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണ് ഇത് ചെയ്യണത്. ആ യുവതീ പ്രവേശന വിവാദം പോലും ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള മാനാങ്കുത്തുകൾക്ക് വേണ്ടി ആയിരുന്നു എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. കാരണം അത് മറ്റൊരു എന്തൊരു ഉദ്ദേശം നമുക്കത് പറയാൻ സാധിക്കുക? നവോത്ഥാനമായിരുന്ന ഉദ്ദേശം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാ മതസ്ഥരിലും നടപ്പായിരുന്നു. എല്ലാ ആരാധനാലയങ്ങളിലും സ്ത്രീ പ്രവേശനം വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നവോത്ഥാനം നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ നടന്നില്ല. അതിലപ്പുറത്തേക്ക് ശബരിമലയിൽ മാത്രം ഇത് കേന്ദ്രീകരിച്ചപ്പോൾ ശബരിമലയിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ഒളിക്കാനും കൊണ്ടുപോകാനും ഉണ്ടായിരുന്നു. അപ്പൊ ആ നാടകങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ അജണ്ട വളരെ കൃത്യമായി അത് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഭരണകൂടം മുതൽ ഇങ്ങ് താഴെ തട്ടില് പാർട്ടി സംവിധാനങ്ങൾ വരെ എല്ലാവരും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും കാലം എല്ലാം ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ശ്രീകോവിലിന്റെ മേൽക്കൂര ഒഴിച്ച് താഴികക്കുടം തൊട്ട് ബാക്കി എല്ലാ സംവിധാനങ്ങളും അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു. അതിലത്തെ സ്വർണം അടിച്ചെടുത്തിരിക്കുന്നു. മാത്രമല്ല അതിന്റെ ചെമ്പുപാളികൾ പോലും വിശ്വാസത്തിന്റെ പേരിൽ മോഹവിലയ്ക്ക് വിൽക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോ നിസ്സാരമായ ഒരു കാര്യമല്ല അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ കേവലം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരിലോ ചർച്ച ഒതുങ്ങി നിൽക്കരുത്. ഇതൊരു ഭരണകൂടത്തിന് തന്നെ ഇനി അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്നുള്ളിടത്തേക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. ഒരു കള്ളൻ മോഷ്ടിക്കുന്നത് പോലെയല്ല വിശ്വസിച്ച് സംരക്ഷിക്കാൻ ഏർപ്പാടാക്കിയവർ, സംരക്ഷിക്കാൻ ചുമതല ഏറ്റെടുത്തവർ, അവർ ഇതിനൊക്കെ കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ഒരു കള്ളൻ മോഷ്ടിക്കുന്നതിനേക്കാൾ വലിയ തലം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണകൂടമാണ് ഇവിടെ മുഖ്യമായ പ്രതി. ആ ഭരണകൂടം എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ അതിന്റെ രാഷ്ട്രീയ പിൻബലം കൂടിയാണ് ശബരിമല ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക്, വിശ്വാസികളുടെ മുഴുവൻ മനസ്സ് തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. വളരെ നന്ദി ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.